എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇവിടെ ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. എന്തായാലും ഇത്രയും ആൾക്കാർ വന്നതിൽ വളരെ സന്തോഷം. നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും സ്ക്രാച്ച് മുതൽ എന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, അത് നമ്മളുടെ ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും അല്ലേ? നമ്മൾ +2 പഠിക്കുമ്പോൾ നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കാണെങ്കിൽ അവർക്കറിയാം, മാത്സിനകത്തൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അണ്ടർലൈങ് ഉണ്ടാവുകയും ഈ അണ്ടർലൈങ്ങിന്റെ വാല്യൂവിൽ നിന്ന് ഒരു വാല്യൂ ഡിറൈവ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടുന്ന സാധനമാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, നമ്മളുടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൈര് അല്ലെ, തൈര് അറിയാമല്ലോ എല്ലാവരും, കേട് എന്ന് പറയുന്നത്. തൈര് നമ്മുടെ പാലിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് അല്ലെ. തൈരിന്റെ വില കൂടുന്നത് എങ്ങനെയാണ്? പാലിന്റെ വിലയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചിട്ടാണ് തൈരിന്റെ വില മാറുന്നത്. അപ്പം പാലിന്റെ ഡെറിവേറ്റീവ് ആണ് തൈര് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്രോൾ ആൻഡ് ഡീസൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോൾ ഡീസലിന്റെ വില വർദ്ധിക്കുന്നത് ഇപ്പം മാർക്കറ്റിൽ ഒരു ഹോട്ട് സബ്ജക്റ്റ് ആണ് അല്ലെ. എങ്ങനെയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത്? പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില നിലവാരത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകൾക്ക് അനുസരിച്ചിട്ടാണ് പെട്രോളിന്റെ വിലയിൽ മാറ്റം വരുന്നത്. അപ്പം എന്താണ് ക്രൂഡ് ഓയിലിന്റെ ഡെറിവേറ്റീവ് ആണ് പെട്രോൾ. നിങ്ങൾക്ക് ഒരു ലേമാൻസ് ലെവലിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് മനസ്സിലായല്ലോ. ഒരു അണ്ടർലൈങ് ഉണ്ടാവുകയും അതിൽ നിന്ന് വാല്യൂ കിട്ടുകയും അണ്ടർലൈങ്ങിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് മാറ്റം വരികയും ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇത് ഇനി ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിലും ഇതേപോലെ തന്നെയാണ്. ഡെറിവേറ്റീവിന് ഒരു അണ്ടർലൈങ് ഉണ്ടാവും. അണ്ടർലൈങ് എന്ന് പറയുന്നത് ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ ആയിരിക്കാം. ഇപ്പൊ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ഷെയറിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും റിലയൻസ് ഫ്യൂച്ചർ. അതേപോലെ തന്നെ റിലയൻസിന്റെ മറ്റൊരു ഡെറിവേറ്റീവ് ആയിരിക്കും റിലയൻസിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പറയുന്നതിന്റെ മുന്നേ നമ്മളുടെ മാർക്കറ്റിൽ ആദ്യകാലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന മറ്റൊരു കോൺട്രാക്റ്റിനെ പറ്റി നമുക്ക് നോക്കാം. നമുക്ക് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലായിരിക്കാം. നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിനെ നമുക്കൊരു കഥയുടെ രൂപത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന്? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ജപ്പാനിലാണ്. ഓക്കെ, ജപ്പാനിൽ 2 പേരുണ്ട്, ഒരു കർഷകനും ഒരു വ്യാപാരി. ഓക്കെ, ഇവരെ 2 പേരെയും കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കർഷകന്റെ പേര് കാശ്മോര എന്നാണ്. നമ്മുടെ വ്യാപാരിയുടെ പേര് സുമിട്ടോ എന്നാണ്. അപ്പം ഇവിടെ കർഷകൻ പുള്ളി അരിയാണ് കൃഷി ചെയ്യുന്നത്. പുള്ളി അരി കൃഷി ചെയ്തുകൊണ്ടിരുന്ന് വിളവെടുപ്പിന്റെ സമയമൊക്കെ ആയിട്ട് വരികയാണ്. ഏകദേശം 2 മാസത്തിനുള്ളിൽ വിളവെടുപ്പിന്റെ സമയം വരും. അപ്പൊ ഈ വിളവെടുപ്പിന്റെ സമയം ആവുന്ന സമയത്തേക്ക് നമ്മുടെ കർഷകന്റെ ആദ്യം വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്താണ് പുള്ളിയുടെ ആദ്യം വർദ്ധിക്കാനുള്ള കാരണം? പുള്ളി വിചാരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ അരിക്ക് വില 1 കിലോയ്ക്ക് 95 രൂപയാണ്. ഇത് 2 മാസം കഴിയുമ്പോൾ എനിക്ക് ഇത്രയും വില കിട്ടാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ മാർക്കറ്റിൽ ഇതിന്റെ വില കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ കർഷകൻ. അപ്പം പുള്ളി വിചാരിക്കുകയാണ്, എനിക്ക് 95 രൂപയിൽ കുറഞ്ഞൊരു പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ മൊത്തം കൃഷി നഷ്ടത്തിൽ പോകും. ഓക്കെ, ഞാൻ ചെയ്തതിനൊന്നും കാര്യമില്ലാതെ ആവും. അപ്പൊ എനിക്ക് മിനിമം ഒരു 100 രൂപയെങ്കിലും അരിക്ക് കിട്ടണം. ഇതാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു ആൾ കൂടി ഉണ്ട് അല്ലെ, നമ്മുടെ കഥാപാത്രം. ആരാണ്? വ്യാപാരി. സുമിറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പുള്ളി എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ, പുള്ളിക്ക് അരിയുടെ സ്റ്റോക്ക് വേണം. 2 മാസത്തിന് ശേഷം അരിയുടെ സ്റ്റോക്ക് വേണം. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആയ 95 രൂപയ്ക്ക് പുള്ളിക്ക് അരി വാങ്ങി വെക്കാനുള്ള ക്യാഷ് ഫ്ലോ പുള്ളിയുടെ കയ്യിലില്ല. 2 മാസം കഴിഞ്ഞ് പുള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത് അരിയുടെ വില ഒരുപാട് കൂടിയേക്കാം. മാർക്കറ്റിൽ 110 രൂപയോ 115 രൂപയോ ഒക്കെ ആവാം. എനിക്ക് 100 രൂപയ്ക്ക് 2 മാസത്തിന് ശേഷം അരി കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് പുള്ളി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പേരുടെയും വ്യൂ 2 രീതിയിലാണ് അല്ലെ, 2 എക്സ്ട്രീമാണ്. ഒരാള് ഒരു വില കുറവാണ് പ്രതീക്ഷിക്കുന്നത്, മറ്റൊരാള് വിപണിയിൽ വില കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താണ്? 2 പേർക്കും 100 രൂപയ്ക്കാണ് വേണ്ടത്.
അല്ലെ? 100 രൂപയ്ക്കാണ് വേണ്ടത്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്താണ് കോൺട്രാക്ട്? കർഷകൻ പറയുന്നത്, കർഷകൻ വ്യാപാരിയോട് പറയാണ്, 2 മാസം കഴിഞ്ഞ് മാർക്കറ്റിലെ വില എന്തോ ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് 100 കിലോ അരി 100 രൂപ തോതിൽ തരാൻ തയ്യാറാണ്. തിരിച്ച് വ്യാപാരി എന്താണ് പറയുന്നത്? 2 മാസം കഴിഞ്ഞാൽ 100 കിലോ അരി നിങ്ങളുടെ കയ്യിൽ നിന്നും 100 രൂപ തോതിൽ വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇവർ തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ കുറച്ച് കോമൺ ആയിട്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന 2-3 ടേംസ്. ഒന്ന്, അവിടെ ഒരു ബയർ ഓഫ് ദി കോൺട്രാക്ട് ഉണ്ട്, ഒരു സെല്ലർ ഓഫ് ദ കോൺട്രാക്ട് ഉണ്ട്. ആരാണ് ബയർ ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറയുന്നത്? നമ്മുടെ വ്യാപാരിയാണ്. സെല്ലർ ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കർഷകനാണ്. അവിടെ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 95 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില. അത് പിന്നെ അവിടെ ഒരു പ്രൈസ് ഉണ്ട്, അതായത് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ആണ് 100 രൂപ. രണ്ടുപേരും കോൺട്രാക്ട് എഴുതുന്നത് ഈ 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു പീരിയഡ് ഉണ്ട്, 2 മാസത്തെ പീരിയഡാണ്. ഈ പീരിയഡ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ അതിനെ നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്നാണ് വിളിക്കുന്നത്. 2 മാസത്തെ പീരിയഡ് ഉണ്ട്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 കിലോയാണ് ക്വാണ്ടിറ്റി. ഈ 100 കിലോ എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ അതിനെ ലോട്ട് സൈസ് എന്നാണ് വിളിക്കുന്നത്. മിനിമം ലോട്ട് സൈസ്, മിനിമം 1 ലോട്ടിലെങ്കിലും ആണ് നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുക ഷെയർ മാർക്കറ്റിൽ. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറയുന്നത് 1 കിലോയുടെ 100 ടൈംസ്, അതായത് 100 കിലോയാണ് നമ്മളുടെ ഇവിടുത്തെ ഈ കോൺട്രാക്റ്റിലെ ലോട്ട് സൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ കോമൺ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, അതായത് നമ്മളുടെ ഈ ഒരു എക്സ്പയറി ഡേറ്റ്, അതായത് ഈ കോൺട്രാക്ട് ഹോണർ ചെയ്യേണ്ട ഒരു ദിവസം വരുമല്ലോ, അന്ന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, പ്രൈസ് താഴെ പോയി. കർഷകൻ വിചാരിച്ച പോലെ തന്നെ, കർഷകൻ വിചാരിച്ച മാതിരി 95 രൂപ മാർക്കറ്റിലില്ല, അതിലും കുറഞ്ഞൊരു പ്രൈസാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കർഷകൻ അവിടെ ലാഭമായി ഈ കോൺട്രാക്ട്. കാരണം എന്താ? കർഷകൻ 100 രൂപയ്ക്ക് വിൽക്കാനുള്ള കോൺട്രാക്ട് ആണ് വ്യാപാരിന്റെ അടുത്തുനിന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ കർഷകന് ലാഭം ഉണ്ടാവും അല്ലെ? രണ്ടാമത്തെ ഒരു സിനാരിയോ എന്താണെന്ന് നോക്കാം. പ്രൈസ് അതിൽ തന്നെ നിന്നു. 95 രൂപ ഉള്ളത് 95 രൂപ തന്നെ ആയിട്ട് തുടർന്നു, ഒരു മാറ്റവും ഉണ്ടായില്ല. അവിടെയും കർഷകന് ലാഭമായി. കാരണം എന്താണെന്ന് വെച്ചാൽ 100 രൂപയ്ക്കാണ് കോൺട്രാക്ട് എഴുതിയിരിക്കുന്നത്. മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്തു. 95 രൂപ എന്നുള്ളത് 98 രൂപയായി. അവിടെയും കർഷകനാണ് ലാഭം ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പോൾ അപ്പോഴും ഇനി അടുത്തൊരു സിനാരിയോ എന്ന് പറയുന്നത്, കർഷകന്റെ എന്താ വ്യൂ പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റിനകത്ത് നന്നായിട്ട് അരിക്ക് വില കൂടി, 110 രൂപയായി. അവിടെ വ്യാപാരിക്കാണ് ലാഭം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം 100 രൂപയ്ക്ക് അരി തരണം എന്നാണ് കർഷകന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ ഫോർവേഡ് കോൺട്രാക്ടിന്. എന്താണ് പ്രോബ്ലം? ഫോർവേഡ് കോൺട്രാക്ട് ഇവര് രണ്ടുപേരും തമ്മിൽ മാത്രമുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ല. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് അല്ല, ഒന്നുമില്ല. അപ്പം ഇവര് തമ്മിൽ വഴക്കാവും. കർഷകന് ലാഭം കിട്ടിയ കർഷകന് നഷ്ടം വന്നാൽ കർഷകൻ കൊടുക്കില്ല, വ്യാപാരിക്ക് നഷ്ടം വന്നാൽ വ്യാപാരി വാങ്ങില്ല. അവർ തമ്മിൽ വഴക്കാവും, അടിയാവും. ഇതാണ് ഫോർവേഡ് കോൺട്രാക്ടിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല അല്ലെ? അപ്പൊ ഷെയർ മാർക്കറ്റിൽ വരുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് വരും. തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇവിടെ ആരായിരിക്കും തേർഡ് പാർട്ടി? തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ എക്സ്ചേഞ്ച് ആണ് തേർഡ് പാർട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി നോക്കാം. അപ്പം ഇതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഫോർവേഡ് കോൺട്രാക്ടിന് ഫ്യൂച്ചർ കോൺട്രാക്റ്റും ആയിട്ടുള്ള ഒരേപോലത്തെ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവിടെ ദർ വിൽ ബി എ സെല്ലർ ഓഫ് ദ കോൺട്രാക്ട്. നമ്മുടെ കേസിനകത്ത് ഫാർമർ ആയിരുന്നു. ദർ വിൽ ബി എ ബയർ ഓഫ് ദ കോൺട്രാക്ട്. അത് നമ്മളുടെ കേസിൽ മർച്ചന്റ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് ഉണ്ടായിരുന്നു. 95 രൂപയായിരുന്നു നമ്മുടെ സ്പോട്ട് പ്രൈസ്. ഒരു ഫ്യൂച്ചർ പ്രൈസ് ഉണ്ട്, രണ്ടുപേരും എഗ്രി ചെയ്ത ഒരു ഫ്യൂച്ചർ പ്രൈസ് ഉണ്ട്, അത് 100 രൂപയാണ്. ഇത് ആക്ച്വലി ഡിഫൈൻ ചെയ്യുന്നത് മാർക്കറ്റാണ്. ഫ്യൂച്ചറിന്റെ കേസിൽ ഈ ഒരു പ്രൈസ് ഡിഫൈൻ ചെയ്യുന്നത് മാർക്കറ്റാണ്. പിന്നെ അവിടെ ഒരു ഡീൽ ഡേറ്റ് ഉണ്ട് അല്ലെ? ആ ഡീൽ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പയറി ഡേ. നമ്മളുടെ ഈ സ്റ്റോറിന്റെ കേസിൽ വരികയാണെങ്കിൽ 2 മാസത്തെ ഒരു കോൺട്രാക്ട് ആയിരുന്നത്. ഇനി ഫോർവേഡ് കോൺട്രാക്റ്റിന് ഇല്ലാത്ത നമ്മളുടെ ഫ്യൂച്ചറിനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. അതായത് നമ്മളുടെ എക്സ്ചേഞ്ച് ആണ് ഇത് ചെയ്യുന്നത്. അവിടെ അത് കൺട്രോൾഡ് ബൈ എ തേർഡ് പാർട്ടിയാണ്. എക്സ്ചേഞ്ച് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്.
ബയറും സെല്ലറും തമ്മിൽ ഒരു ഡീലും നടക്കുന്നില്ല. ബയർ എക്സ്ചേഞ്ചുമായിട്ടും വാങ്ങുന്ന ആള് സെല്ലർ എക്സ്ചേഞ്ചുമായിട്ടുമാണ് കോൺട്രാക്ട് മീൻസ് ഡീലിംഗ് നടക്കുന്നത്. അപ്പം ബയറും സെല്ലറും തമ്മിൽ നേരിട്ട് കാണുന്നില്ല. ഓക്കെ, പിന്നെ ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ എക്സ്ചേഞ്ച് ഒരു പ്രീമിയം ഇവരുടെ കയ്യിൽ നിന്ന് സെക്യൂർ ചെയ്യും. അതായത് വളരെ സ്മൂത്ത് ആയിട്ട്, അതായത് ഒരു ഡിഫോൾട്ട് സിറ്റുവേഷൻ ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ഇവരുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് വാങ്ങിച്ച് വെക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് വരുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ടിന്റെ പ്രൈസ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ്. ഇപ്പം മാർക്കറ്റിലൊരു പ്രൈസ് ഉണ്ടാവും, പിന്നെ ഷെയർ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് നിശ്ചയിക്കുന്ന ഒരു ഫ്യൂച്ചർ പ്രൈസും ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? പക്ഷെ അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ, അതൊരു ഫിനാൻഷ്യൽ ഫോർമുലയാണ്, അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയാം. ഈ ഒരു പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും. ഇത് എക്സ്ചേഞ്ച് ഓൾറെഡി നിശ്ചയിച്ച് നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ വർക്ക് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ആ ഫോർമുല എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആരും ഫോർമുല ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട, ജസ്റ്റ് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കുന്നത്. എന്താണ് ഫ്യൂച്ചർ പ്രൈസ് കിട്ടാനുള്ള ഫോർമുല എന്ന് പറയുന്നത്? സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1 + RF ഇൻറ്റു X / 365 മൈനസ് D. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വലിയൊരു ഫോർമുല, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് ആരും തല പോയിക്കേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അത് വലിയൊരു ഫിനാൻഷ്യൽ ടേം ആണ്, ഒരുപാട് പഠിക്കാനുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോയിട്ട് അതിനെ പഠിക്കേണ്ട. വളരെ സിമ്പിൾ ടേംസിനകത്ത് പറയുകയാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് ഇൻഫ്ലേഷന്റെ റേറ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിന് നമ്പർ ഓഫ് ഡേയ്സ്, അതായത് ഈ എക്സ്പയറി ഡേറ്റിലേക്കുള്ള നമ്പർ ഓഫ് ഡേയ്സിനെ ഡിവൈഡ് ചെയ്ത് കിട്ടിക്കഴിയുന്ന ഒരു നമ്പർ, അതിൽ ഈ കമ്പനി എന്തെങ്കിലും ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗർ ആണ് ഫ്യൂച്ചർ പ്രൈസ് ആയിട്ട് ഉണ്ടാവുക. ഇതിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആരും ചിന്തിക്കേണ്ട. ഇത് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാം തീർച്ചയായിട്ടും. അതായത് ഫ്യൂച്ചർ പ്രൈസ് ഡിഫൈൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, എക്സ്ചേഞ്ചിനകത്ത് സ്പോട്ട് പ്രൈസ് ഉണ്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസിന്റെ ഇന്നത്തെ വില പിന്നെ ഒരു 2700 ആണെന്ന് വിചാരിക്കുക. ആ 2700-നെ ഒരു ഫോർമുല വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഫോർമുല എന്ന് പറയുന്നത് 1 + RF ഇൻറ്റു X / 365 മൈനസ് D. ഇത് ഈ ഒരു ഫോർമുല ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു ഫോർമുല വെച്ചിട്ടാണ് ഇതിന്റെ പ്രൈസ് കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 + RF. RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതൊരു പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും. അത് കറണ്ട് മാർക്കറ്റിലെ ബാങ്ക് ഇൻട്രസ്റ്റുമായിട്ടും നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ടും ബന്ധപ്പെട്ട ഒരു ഫിഗറാണ് അത് വരുന്നത്. അതിനെ ഇനി എക്സ്പയറിയിലേക്ക് എത്ര ദിവസമുണ്ട്? ഇപ്പം നമ്മൾ 2 മാസത്തെ എക്സ്പയറി ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ലെറ്റ്സ് സേ നിങ്ങളുടെ എക്സ്പയറി November 31 തീരുന്നത്, ഇന്ന് നമ്മൾ October 16 October 16 മുതൽ November 31 വരെ എത്ര ദിവസം ഉണ്ടോ അതിനെ ഡിവൈഡ് ചെയ്യും. ഈ ടോട്ടൽ കിട്ടുന്ന ഫിഗറിനെ എന്തെങ്കിലും ഡിവിഡൻഡ് പേ ഔട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യും. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും നമുക്ക്. അതായത് സ്പോട്ട് പ്രൈസും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കിട്ടും നമുക്ക്. ഈ ഡിഫറൻസ്, ഈ ഒരു ഫിഗർ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതായിരിക്കും ഫ്യൂച്ചർ പ്രൈസ് ആയിട്ട് മാർക്കറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി മാർക്കറ്റ് ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. മാർക്കറ്റ് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ റിലയൻസിന്റെ ഫ്യൂച്ചർ പ്രൈസ് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാൽക്കുലേഷനും ഫോർമുലയും ഒന്നും അപ്ലൈ ചെയ്യണ്ട. അവിടെ ഓൾറെഡി റെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ടാവും. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനി ഇത് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിനകത്ത് ഫ്യൂച്ചറിന്റെ പ്രൈസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ അല്ലെ. എങ്ങനെയാണ് ഇത് മാർക്കറ്റിനകത്ത് ഈ ഒരു സാധനം ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടെർമിനലിനകത്ത് പോയിട്ട് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലെ. സെറോദ ടെർമിനൽ കാണുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ സ്ക്രീൻ കാണാമോ? ആരെങ്കിലും ഒന്ന് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ റിലയൻസിന്റെ ഒരു ഷെയറിന്റെ ഇത് ടൈപ്പ് ചെയ്ത് റിലയൻസ് എന്ന് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, റിലയൻസ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരും അല്ലെ.
ഇതിൽ നമ്മൾ ആദ്യം റിലയൻസ് സ്പോട്ട് പ്രൈസ് സെലക്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 3 എണ്ണം FUT എന്ന് എഴുതിയത് കാണാം അല്ലെ, റിലയൻസ് ഒക്ടോബർ ഫ്യൂച്ചർ, നവംബർ ഫ്യൂച്ചർ, ഡിസംബർ ഫ്യൂച്ചർ. ഇവിടെ 3 എണ്ണം കാണാം. അപ്പൊ നമ്മൾ ഇതിനെ ആഡ് ചെയ്ത് നോക്കാം. ഇതിനെ 3 നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇതിന്റെ താഴത്തേക്കുള്ളത് ഓപ്ഷൻസ് ആണ്, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ നമുക്ക് ഫ്യൂച്ചർ മാത്രം നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 4 കാര്യങ്ങൾ കിട്ടിയല്ലേ, അതായത് റിലയൻസ് ഒക്ടോബർ ഫ്യൂച്ചർ, നവംബർ ഫ്യൂച്ചർ, ഡിസംബർ ഫ്യൂച്ചർ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ ആദ്യം കണ്ടത് റിലയൻസിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 2701.95 ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇതിൽ അടുത്തത് നമ്മൾ കാണുന്നത് ഒക്ടോബർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തായിരിക്കും ഒക്ടോബർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്ടോബറിലാണ്. നമ്മൾ മുന്നത്തെ കോൺട്രാക്റ്റിൽ 2 മാസത്തെ ഒരു പീരീഡിനെ പറ്റി നമ്മൾ പഠിച്ചല്ലോ, 2 മാസം കഴിഞ്ഞിട്ട് എന്നുള്ളത്. അതേമാതിരി ഇത് ഒക്ടോബർ മന്ത് എക്സ്പയറി ആവുന്ന ഒരു കോൺട്രാക്ട് ആണ് ഒക്ടോബർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. റിലയൻസിന്റെ നവംബർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നവംബർ മന്തിൽ അതിന്റെ എക്സ്പയറി വരുന്ന ഫ്യൂച്ചർ ആണ് നവംബർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. റിലയൻസിന്റെ ഡിസംബർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ വരുന്ന, ഡിസംബർ മന്തിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ ആണ് ഡിസംബർ. ഇതിനെങ്ങനെയൊക്കെയാണ് വിളിക്കുക? ഒക്ടോബർ മന്ത്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മന്തിലുള്ള കോൺട്രാക്റ്റിന് നമ്മൾ കറണ്ട് മന്ത് എക്സ്പയറി കോൺട്രാക്ട് എന്നും, അടുത്ത മാസം എക്സ്പയർ ആവുന്നതിനെ മിഡ് മന്ത് എക്സ്പയറി കോൺട്രാക്ട് എന്നും, ഡിസംബറിൽ ആവുന്നതിന് ഫാർ മന്ത് കോൺട്രാക്റ്റും എന്നാണ് വിളിക്കുന്നത്. നമുക്ക് എപ്പോഴും 3 മാസത്തെ കോൺട്രാക്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒക്ടോബർ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നവംബർ ആയിരിക്കും കറണ്ട് മന്ത് എക്സ്പയറി, മിഡ് മന്ത് ഡിസംബർ ആവും, ഫാർ മന്ത് ജനുവരി ആവും. അവിടെ ഒരു പുതിയ കോൺട്രാക്ട് നിലവിൽ വരും, അത് ജനുവരി ആയിരിക്കും. ഈ 3 കോൺട്രാക്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇനി എപ്പോഴാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ട്രേഡിങ്ങിന്റെ എല്ലാ മാസത്തിന്റെയും അവസാനത്തെ തേഴ്സ്ഡേ ആണ് എക്സ്പയറി ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ആ വരുന്ന ഒരു തേഴ്സ്ഡേ മാർക്കറ്റ് അവധിയുള്ള ഒരു ദിവസമാണെങ്കിൽ അതിന്റെ തൊട്ട് മുന്നത്തെ വർക്കിംഗ് ഡേയിലാണ് പിന്നെ എക്സ്പയറി ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫ്യൂച്ചർ കാണുമ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ പ്രീ ഡിഫൈൻഡ് ആണ്. എന്തൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്? ഒന്ന്, ഫ്യൂച്ചറിന്റെ കോൺട്രാക്ട് പ്രൈസ് പ്രീ ഡിഫൈൻഡ് ബൈ മാർക്കറ്റ് ആണ്. അവിടെ ഒരു ലോട്ട് സൈസ് ഉണ്ടാവും, മിനിമം ഇത്ര നമ്പേഴ്സ് ഓഫ് ഷെയറിലായിരിക്കും ആ ട്രേഡ് നടക്കുക, അതും പ്രീ ഡിഫൈൻഡ് ആണ്, അതും മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അതും മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഫ്യൂച്ചർ സെല് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചർ ബൈ ചെയ്യാം. ഓക്കെ, ഈ ഫ്യൂച്ചർ ബൈങ് ആൻഡ് സെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഷെയറിനെ എങ്ങനെയാണോ ഡീല് ചെയ്യുന്നത് അതേപോലെ തന്നെ ഉള്ളൂ. ഓപ്ഷൻസിന്റെ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആയിട്ട് തന്നെ അവിടെ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടാവും, നിങ്ങൾക്ക് അതിനെ വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. നിങ്ങൾ വാങ്ങിയതിൽ കൂടുതൽ ഒരു വില കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിൽക്കാം, അതിന്റെ ലാഭം എടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോൾ ലാഭം ഉണ്ടാവുന്നത്. ഇനി നേരെ തിരിച്ച് നിങ്ങൾ ഫ്യൂച്ചർ വാങ്ങിയ പ്രൈസിൽ നിന്നും താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നഷ്ടം വരാം. മാർക്കറ്റിലെ മാർക്കറ്റ് പ്രൈസ് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഫ്യൂച്ചറിന്റെ പ്രൈസും താഴെ പോകും. നിങ്ങൾ വാങ്ങിയ വിലയിലും കുറഞ്ഞൊരു വിലയിൽ നിങ്ങൾക്ക് വിൽക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് നഷ്ടം വരും. ഇനി ഇവിടെ ഇപ്പൊ ഞാൻ ഇതിന്റെ റിലയൻസിന്റെ ബൈ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി 250 എന്ന് കാണുന്നുണ്ടല്ലേ. എന്താണ് ഈ 250 എന്ന് പറയുന്നത്? ഒരു ലോട്ട് റിലയൻസിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം 250 ഷെയർസിലാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ഇതാരാണ് തീരുമാനിക്കുന്നത്? പ്രീ ഡിഫൈൻഡ് ആണ് അല്ലെ, മാർക്കറ്റ് എക്സ്ചേഞ്ച് ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഫ്യൂച്ചറിന്റെ ഒരു പ്രൈസ് ഉണ്ട്. എങ്ങനെയാണ് ഫ്യൂച്ചർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്? 2709.15 എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ പ്രൈസ് ഉണ്ട്. അത് നമ്മളുടെ ഒക്ടോബർ എക്സ്പയറിക്കാണ്. ഇത് നമ്മുടെ സ്പോട്ട് പ്രൈസ് ആയിട്ട് വ്യത്യാസമല്ലേ. നമ്മളുടെ സ്പോട്ട് പ്രൈസ് 2701.95 ആണ്. അപ്പൊ ഈ ഒരു പ്രൈസ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? അത് ഈ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ ആ പ്രൈസിലേക്ക് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അത് അവിടെ റെഡി ടു ട്രേഡ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ഇതിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വാങ്ങിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ഫ്യൂച്ചർ വാങ്ങിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നോക്കാം. നമുക്കൊന്ന് ഒരു കാൽക്കുലേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ എക്സൽ എടുത്തിട്ട് നോക്കുകയാണ്. ഇവിടെ റിലയൻസിന്റെ പ്രൈസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്പോട്ട് പ്രൈസ് നോക്കാം, 2701.95 അല്ലെ. ഇതിന്റെ ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എന്ന് പറയും. ഫ്യൂച്ചർ പ്രൈസ് എത്രയാണ് ഒക്ടോബർ എക്സ്പയറി? 2701.
09.4. ഇതെന്താണ്? ഫ്യൂച്ചർ പ്രൈസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മളുടെ ലോട്ട് സൈസ് എത്രയാണ് പറഞ്ഞല്ലോ, 250 ലോട്ട്സിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലേ. സോറി, 250 ഷെയർസ് ആണ് 1 ലോട്ട് എന്ന് പറയുന്നത്. മിനിമം 1 ലോട്ടെങ്കിലും നമ്മൾ വാങ്ങിക്കണം. അപ്പൊ നമ്മളുടെ ആക്ച്വൽ ബൈയിങ് വാല്യൂ എത്രയാണ് നമുക്ക് നോക്കാം. നമ്മളുടെ ആക്ച്വൽ ബൈയിങ് വാല്യൂ എത്രയാണ്? 6,77,350, 6,77,350 ആണ് നമ്മളുടെ ഈ ഒരു ലോട്ടിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ വാങ്ങിക്കാൻ ഇത്രയും എമൗണ്ട് വേണോ? അതിന്റെ ആവശ്യമില്ല അല്ലെ. കാരണം എന്താ, നമ്മൾ എന്താ മുന്നേ പഠിച്ചത്, കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് മാർക്കറ്റ് നമ്മളുടെ കയ്യിൽ നിന്നും ഒരു നിശ്ചിത തുക പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്ന പറഞ്ഞത്. അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1,51,176, 1,51,176 റുപ്പീസ് ആണ് എനിക്കിവിടെ പ്രീമിയം ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട്. അപ്പം അത് വളരെ ചെറിയൊരു തുകയുള്ളൂ അല്ലേ. 1,51,176. ഇത്രയും എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആക്ച്വലി വേണ്ടി വരുന്ന 6,77,000 നിന്നും എത്രയോ എമൗണ്ട് കുറവാണ്, 1,50,000. ഇത് നമുക്ക് ഫ്യൂച്ചർ ഇൻസ്ട്രുമെന്റ് തരുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇനീഷ്യൽ മാർജിൻ എന്നാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ, നമ്മൾ ഈ ഒരു ടേമിനെ വിളിക്കുന്നത് ഇനീഷ്യൽ മാർജിൻ എന്നാണ്. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി മാർക്കറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് മാർക്കറ്റ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പം NSEന്റെ വെബ്സൈറ്റിലാണ് പോയിരിക്കുന്നത്. NSEന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ റിലയൻസ് എന്ന് ടൈപ്പ് ചെയ്യാണ്. റിലയൻസിന്റെ സ്ക്രിപ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമ്മൾ റിലയൻസ് കാണുന്നുണ്ട്. ഇവിടെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് നമുക്ക് കാണാം. ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ കാര്യങ്ങളാണ് ഇവിടെ ഡെറിവേറ്റീവ്സിനകത്ത് ഉണ്ടാവുക. നമ്മൾ ഇക്വിറ്റിനകത്ത് വരാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്ന ഒരു ടാബ് നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടോ, അപ്ലിക്കബിൾ മാർജിൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെർസെൻറ്റേജ് ഇട്ടിടുന്നു. ഓക്കെ, ഈ പെർസെൻറ്റേജ് ആണ് ഇവിടെ മാർജിൻ ആയിട്ട് എക്സ്ചേഞ്ച് നമ്മളെടുത്ത് വാങ്ങിക്കുന്നത്. ഈ റേറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഈ സ്ക്രീൻഷോട്ട് ഞാൻ കുറച്ച് മുന്നേ എടുത്തതാണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. മാർക്കറ്റ് ക്ലോസ്ഡ് ആയതിനെ കൊണ്ട് ചെറിയ വേരിയൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം എങ്ങനെയാണ് മാർജിൻ വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ട്രേഡ് എടുക്കുന്നത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ പരിശോധിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇനി ഇതിന് പകരം ബൈയിങ്ങിന് പകരം നമ്മൾ സെല്ലിംഗ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ലാഭം ഉണ്ടാവുക? നിങ്ങൾ വിറ്റ ഒരു സാധനത്തിന് അതിലും കുറഞ്ഞൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയാലാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുക അല്ലെ. അപ്പൊ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾ ഇക്വിറ്റി ഷോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതായത് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലാണ് പോകുന്നത്. ഇപ്പോൾ റിലയൻസിന് 2,700 രൂപ കിട്ടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2,600 രൂപ ആവാം എന്നൊരു വ്യൂ നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു ബിയറിഷ് വ്യൂ ആണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ അതിനെ പോയി ഷോർട്ട് ചെയ്യുന്നു. ഷോർട്ട് ചെയ്ത് നിങ്ങൾ മാർജിൻ കൊടുത്തിട്ടാണ് ഇൻട്രാഡേയിൽ ഷോർട്ട് ചെയ്യുന്നത്. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിച്ച മാതിരി മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ 2,700 വിറ്റ സാധനത്തിന് 2,600 രൂപയ്ക്ക് വാങ്ങിയിട്ട് അതിനെ സെറ്റിൽ ചെയ്യുന്നു. അവിടെ കിട്ടിയ 100 രൂപ ഇൻറ്റു 250 നമ്പേഴ്സ് ആണ് നിങ്ങളുടെ ലാഭം. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഫ്യൂച്ചർ സെല്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ, നിങ്ങൾ സെല്ല് ചെയ്തൊരു പൊസിഷൻ ഇൻട്രാഡേന്റെ മുകളിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ നിങ്ങൾക്ക് അറിയാം, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രാഡേ പൊസിഷൻ നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്യണം. അപ്പം അത് നിങ്ങൾ നേരെ ഫ്യൂച്ചറിലാണ് സെല്ല് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ എക്സ്പയറി ഡേ വരെ നിങ്ങൾക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് സെല്ലിംഗ് തരുന്ന ഒരു അഡ്വാൻറ്റേജ്. ഈ ഒരു ബൈയിങ് ആൻഡ് സെല്ലിംഗിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താണ് ഈ ബൈയിങ്, എന്താണ് ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? ഇല്ല. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ചോദിച്ചോളൂ. സാർ, നമ്മൾ ഈ ഫ്യൂച്ചറിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ അതിന്റെ ചാർട്ട്, ഫ്യൂച്ചറിന്റെ ചാർട്ടും സ്പോട്ടിന്റെ ചാർട്ടിലും ലെവൽസ് ഒക്കെ ഡിഫറെന്റ് ആണല്ലോ, സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ. അപ്പൊ നമ്മൾ ഈ സ്പോട്ടിന്റെ ചാർട്ടിനെയാണോ ഫോളോ ചെയ്യേണ്ടത് അതോ ഫ്യൂച്ചറിന്റെ ചാർട്ടിനെയാണോ ഫോളോ ചെയ്യേണ്ടത് സാർ?
അത് ആക്ച്വലി ഇത് കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുമോ എനിക്കറിയില്ല, എന്തായാലും ഞാൻ പറയാം. ഫ്യൂച്ചറിന്റെ പ്രൈസും സ്പോട്ടിന്റെ പ്രൈസും ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഈ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വേരിയൻസ് വന്നില്ലേ. ഫ്യൂച്ചറിന്റെ വിലയിലും സ്പോട്ടിന്റെ പ്രൈസിലും ഓൾറെഡി ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ട് ചാർട്ട് തന്നെ ആയിരിക്കും. നോർമലി അണ്ടർലൈങ്ങിന്റെ ചാർട്ടാണ് അനാലിസിസിന് യൂസ് ചെയ്യുക. പക്ഷേ ഡിപ്പെൻസ്, നിങ്ങൾക്ക് രണ്ട് ചാർട്ടും ആക്ച്വലി യൂസ് ചെയ്യാം. അണ്ടർലൈങ്ങിന്റെ ചാർട്ടാണ് ഇപ്പൊ ഇൻഡെക്സിലൊക്കെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അണ്ടർലൈങ്ങിന്റെ ചാർട്ട് വെച്ചിട്ട് ചെയ്യുന്നതാവും കൂടുതൽ ഉചിതം. ശരി, ഇപ്പൊ നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫ്യൂച്ചർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊന്നും നമുക്ക് പരിശോധിക്കാം. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിനകത്ത് ഇതൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഡിമാറ്റ് അക്കൗണ്ടിനകത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഡെലിവറി ടേംസ് ഇൻക്ലൂഡഡ് അല്ല. അതായത് ഇതിനൊരു ഡെലിവറി ഒരു ടേം ഇല്ല അതിനകത്ത്. ക്യാഷിലാണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചർ വാങ്ങിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ലാഭം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതിന്റെ ലാഭം വരുന്നത്. തിരിച്ച് നിങ്ങൾക്ക് നഷ്ടമാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് അത് പോകുന്നത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ടേം ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു അല്ലെ, ഇനീഷ്യൽ മാർജിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവിടെ വേറൊരു ടേം വരുന്നുണ്ട്, അതായത് മിനിമം മാർജിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പം ഇവിടെ നിങ്ങൾ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് 1,50,000 രൂപയാണ് നിങ്ങൾ പേ ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രേഡ് എടുക്കാൻ. ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് വരുന്ന നഷ്ടം ഈ ഒരു എമൗണ്ടിനകത്ത് നിന്ന് മൈനസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ ബാങ്കിനകത്ത്. അപ്പൊ മാർക്കറ്റിൽ നമ്മളുടെ എക്സ്ചേഞ്ച് ഒരു മിനിമം എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു കോൺട്രാക്ട് ഡിഫോൾട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിമം എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് ലെറ്റ്സ് സേ ഒരു 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1,00,000 രൂപയിൽ താഴെ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ട്രേഡ് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അഡീഷണൽ മാർജിൻ ആഡ് ചെയ്യണം. അതാണ് മിനിമം മാർജിൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. MM എന്നും IM എന്നും പറയുന്നത് ഇത് രണ്ടുമാണ്. ഒന്ന് ഇനീഷ്യൽ മാർജിൻ ആണ്. ഇനീഷ്യൽ മാർജിന് ഈ ട്രേഡ് എൻ്റർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ മിനിമം വേണ്ട മാർജിനാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്ത ഒരു ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു മിനിമം ക്യാഷ് റിക്വയർമെന്റിനെയാണ് മിനിമം മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ട്രേഡൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബ്രോക്കർ നിങ്ങളെ വിളിക്കായിരിക്കും, നിങ്ങളുടെ മാർജിൻ കുറവാണ്, ഫണ്ട് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോളുകൾ റിസീവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്കോർ ഓഫ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് ഇതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് എന്താണ് ഇനീഷ്യൽ മാർജിൻ, മിനിമം മാർജിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡെലിവറി ടേം ഇല്ല എന്ന് പറഞ്ഞു. ഡെലിവറി ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഷെയർ 3 ദിവസത്തിൽ T+2 ഡേയ്സിനകത്ത് നിങ്ങളുടെ അക്കൗണ്ടിനകത്ത്, ഡിമാറ്റ് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ആവും അല്ലേ. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നെ ഇക്വിറ്റി സെറ്റിൽമെന്റ് ഇല്ല, അവിടെ ക്യാഷ് സെറ്റിൽമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സിനകത്തും ഈ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. ഇൻഡെക്സിനകത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഞ്ച് ഓഫ് ഷെയർ ആണ് അല്ലെ. ഒരു ഷെയർ, കുറെ ഷെയറുകളുടെ ഒരു ബഞ്ചാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിനെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറും പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറും എല്ലാം വാങ്ങിക്കാനും വിൽക്കാനും പറ്റുന്നത്. അതുകൊണ്ടാണ് അത് നമുക്ക് ഇൻഡെക്സിനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അൺലെസ് ETF അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡെക്സിനെ ഡയറക്റ്റ്ലി നമുക്ക് ഷെയർ പോലെ ഡെലിവറി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പം നമുക്ക് ഫ്യൂച്ചർ തരുന്ന ഒരു ഓപ്ഷനാണ് ഇൻഡെക്സിനകത്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേ, അതായത് എല്ലാ മാസത്തിന്റെയും അവസാനത്തെ തേഴ്സ്ഡേ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും സെയിം ആയിരിക്കും. അതിലെന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അത് കൺഫ്യൂഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. കാരണം ഈ ഒരു ഫോർമുലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ എക്സ് എന്ന് പറയുന്നത് ഡേയ്സ് ടു എക്സ്പയറി ആണ് അല്ലെ. ഡേയ്സ് ടു എക്സ്പയറി, എത്ര ദിവസം ബാലൻസ് ഉണ്ടോ എക്സ്പയറി ആവാൻ, അതിവിടെ 0 ആവും. ഇവിടെ 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1+ കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി എല്ലാ വാല്യൂവും 0 ആവും. ആ 0 ആയി കഴിഞ്ഞാൽ 1+0 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പോട്ട് ഇൻറ്റു 1+0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സ്പോട്ട് ഇൻറ്റു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ട് തന്നെയാണ് അല്ലെ, ബേസിക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട്. അപ്പൊ അത് വെച്ചിട്ട് എക്സ്പയറി ആവുന്ന സമയത്ത് എന്താണോ മാർക്കറ്റിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അത് തന്നെ ആയിരിക്കും എക്സ്പയറി ഡേയിൽ ഫ്യൂച്ചറിന്റെ പ്രൈസ്.
ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ സെല് ചെയ്യുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതെന്താണ്? സെല് ചെയ്യുന്നത് മാത്രമാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ ബൈ ചെയ്യുന്നത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല? അല്ല, അത് കൺഫ്യൂസ് ചെയ്യണ്ട. ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് സെൽ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മളുടെ ഇക്വിറ്റിനകത്താണ്, ഫ്യൂച്ചറിനകത്തല്ല. നമ്മളിപ്പോൾ ഇക്വിറ്റി ഇൻട്രാഡേ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഷോർട്ട് സെൽ ചെയ്ത് കഴിഞ്ഞ പൊസിഷൻ നിങ്ങൾക്ക് ഇൻട്രാഡേയുടെ മുകളിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളത് ഇൻട്രാഡേ എൻഡിൽ നിങ്ങൾ ക്ലോസ് ചെയ്യണമല്ലോ. അത് ഇക്വിറ്റിനകത്താണ് പറഞ്ഞത്, ഫ്യൂച്ചറിനകത്തല്ല. ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആരൊക്കെയാണ്, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തിനാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇക്വിറ്റി അവൈലബിൾ അല്ലേ, ഇക്വിറ്റി തന്നെ യൂസ് ചെയ്താൽ പോരെ, എന്തിനാ ഇത്ര കോംപ്ലിക്കേറ്റ് ചെയ്ത് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇക്വിറ്റിനകത്ത് 1 ഡയറക്ഷൻ ട്രേഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1 ഡയറക്ഷൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റിനകത്ത് നമുക്ക് ആകെ ലോങ് പൊസിഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ബൈങ് പൊസിഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സെല്ലിംഗ് പൊസിഷൻ ഹോൾഡ് ചെയ്യാനേ പറ്റില്ലല്ലോ. നമ്മുടെ കയ്യിൽ ഇക്വിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വിറ്റ് മാറാം എന്നല്ലാതെ അതിനൊരു പൊസിഷൻ ആയിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അത് ക്ലിയർ ആണോ എന്താണെന്നുള്ളത്? അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഷെയറിനെ വാങ്ങിയിട്ട് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെ? ഇക്വിറ്റിനകത്ത് അതിന് എക്സ്പയറി ഇല്ല, ഒന്നുമില്ല. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഓണറാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു ഷെയറിനെ നിങ്ങൾക്ക് വിറ്റുകൊണ്ട് കുറെ കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് 1 ഡയറക്ഷൻ ട്രേഡ് മാത്രമേ ഇക്വിറ്റിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. തിരിച്ച് ഫ്യൂച്ചറിനകത്താണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്ത ഒരു പൊസിഷൻ നിങ്ങളുടെ കോൺട്രാക്ടിന്റെ എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിന്റെ ഒരു യൂസ് അതാണ്, അതായത് മൾട്ടി ഡയറക്ഷണൽ ട്രേഡ്സ് എടുക്കാൻ പറ്റും നമുക്ക് ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. മറ്റൊരു ഇതിന്റെ ഒരു യൂസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ മുന്നോട്ട് പറയാം. അതിന്റെ മുന്നേ ഇത് ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ആർബിട്രേജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചേഴ്സിനെ യൂസ് ചെയ്യും. പക്ഷെ ആർബിട്രേജിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല, കാരണം ഇത് പ്യുവർലി പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം റിലയൻസിന്റെ ഷെയർ പ്രൈസ് NSE-നകത്ത് 2700 ട്രേഡ് ചെയ്യുന്നത്, BSE-കകത്ത് 2600 ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വളരെ അപൂർവമായിട്ടൊക്കെ വരും. ആ സമയത്ത് കുറവുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കൂടുതലുള്ള മാർക്കറ്റിൽ വിറ്റിട്ട് ലാഭം എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് ആർബിട്രേജിംഗ് എന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ചെയ്യൽ അത്ര എളുപ്പമല്ല. ഇത് ഹൈ എൻഡ് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും റോബോട്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രൊഫഷണൽസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട. ഇനി അടുത്തത് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാവും, അല്ലെ? നിങ്ങൾ വാങ്ങി വെച്ച ഷെയറിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഈ ഒരു പോർട്ട്ഫോളിയോന് നിങ്ങൾ എടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോന് നിങ്ങൾ ചെയ്യുന്ന ഒരു ഇൻഷുറൻസിനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന്റെ മുന്നേ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഷെയർസിന്റെ ബീറ്റ വാല്യൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളുടെ കയ്യിലൊരു നമ്മളുടെ കയ്യിൽ 16 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മളുടെ പോർട്ട്ഫോളിയോ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് മാർക്കറ്റ് താഴത്തേക്ക് പോകും. ഓക്കെ, മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് തോന്നുന്നു. ഒന്ന് ആ സൗണ്ട് ഒന്ന് നോക്കിയോ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ വ്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് ഷെയർ മാർക്കറ്റ് ഇനി താഴത്തേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഷെയർ മാർക്കറ്റ് താഴത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കിയിട്ട് നമുക്ക് മാറാം, അല്ലേ? പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്? നമ്മളുടെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോനും വിറ്റുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതിനെ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല. അവിടെയാണ് നമ്മൾ ഫ്യൂച്ചറിനെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഓപ്ഷൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ലെറ്റ്സ് സേ നിഫ്റ്റി കറണ്ട് മാർക്കറ്റ് പ്രൈസ് 16,000 ആണെന്ന് വിചാരിക്കാം. 16,000 ആണ് നിഫ്റ്റിയുടെ കറണ്ട്
ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം. ഇത് നിഫ്റ്റിയുടെ കറണ്ട് വാല്യൂ 16,000 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടി നിങ്ങളുടെ നന്നായിരിക്കും. കാരണം ഏതാ ബേസിക് ആയിട്ട് ആദ്യമായിട്ടാണ് ലിസൺ ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഈ ഓക്കെ, ഒരു ഇതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. നോ പ്രോബ്ലം. നിഫ്റ്റിയുടെ കറണ്ട് ലെവൽ 16,000 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിഫ്റ്റി എന്താണെന്ന് മനസ്സിലാക്കാം. നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും മികച്ച 50 കമ്പനികളുടെ വാല്യൂവിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് പിന്നെ നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിഫ്റ്റിനകത്ത് വരുന്ന ഈ 50 കമ്പനികളും ഒരു certain പെർസെൻറ്റേജ് നിഫ്റ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതൊരു വാല്യൂ ഡിറൈവ് ചെയ്യുകയും ചെയ്യാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് 11% റിലയൻസ് ആണ്, 8% HDFC ബാങ്ക് ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷെയർ പ്രൈസിൻ്റെ അകത്തുനിന്ന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് എടുത്തിട്ട് നമ്മളൊരു വാല്യൂയിലേക്ക് ഡിറൈവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ചോറ് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുക. ഒരു ഊണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചോറുണ്ടാവും, ഡിഫറെൻറ്റ് സൈഡ് ഡിഷസ് ഉണ്ടാവും. ഇതിനെല്ലാം ഇൻഡിവിജ്വൽ വാല്യൂ അല്ല നമുക്ക് തരുന്നത്. നമുക്ക് തരുന്നത് ആ മൊത്തം ചോറിന്റെ വാല്യൂ ആണ് അല്ലേ, ഈ മൊത്തം എല്ലാ സാധനങ്ങളും കൂടിയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാല്യൂവിനാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം ഇൻഡിവിജ്വലി വാല്യൂ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ഷെയർ മാർക്കറ്റിന്റെ മുന്നോട്ടോ താഴോട്ടോ ഉള്ള പോക്കിന് ഒരു ഇൻഡെക്സിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സൂചികയുടെ രൂപത്തിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചറിലെ ഡെലിവറി ഓപ്ഷൻ അല്ലെങ്കിൽ ഡെലിവറി ടേംസ് ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഇൻഡെക്സിനകത്തും ഫ്യൂച്ചേഴ്സ് യൂസ് ചെയ്യാം. നിഫ്റ്റിക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ബാങ്ക് നിഫ്റ്റിക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മളുടെ 16 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോനെ എങ്ങനെയാണ് നിഫ്റ്റി ഫ്യൂച്ചർ ഉപയോഗിച്ചിട്ട് ഹെഡ്ജ് ചെയ്യുന്നതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡെക്സ് മുകളിലേക്കോ താഴത്തേക്കോ പോകുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് നമ്മളുടെ പെർട്ടിക്കുലർ ഷെയറിന് ഉണ്ടാക്കുന്ന ഒരു ഡിഫറൻസ് ഉണ്ടാവും. അത് മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ ചെയ്യും അല്ലെ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോറിലേഷൻ എടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂവിനാണ് ബീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി 3%, 4% ഒക്കെ താഴെ പോയിട്ടുണ്ടെങ്കിൽ ITCയുടെ ഷെയർ ചിലപ്പോൾ അനങ്ങില്ല. വളരെ ചെറിയ മൂവ്മെന്റ്സ് ITCയുടെ ഷെയർ തരുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ITCയുടെ ബീറ്റ വാല്യൂ വളരെ കുറവാണ്. ഇനി അതിനനുസരിച്ചിട്ട് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ആണെങ്കിൽ ഇൻഡെക്സ് 3% താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മോൾ ക്യാപ്പ് കമ്പനി ചിലപ്പോൾ 6% താഴെ പോകും. ഇത് നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പം നിഫ്റ്റിയുടെ വാല്യൂല് അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ വാല്യൂല് വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുന്ന മാറ്റത്തിനാണ് അതിന്റെ ബീറ്റ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ബീറ്റ വാല്യൂ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 16 ലക്ഷം രൂപയുടെ ഷെയറിനെയാണ് നമ്മളിവിടെ നിഫ്റ്റി വെച്ച് ഹെഡ്ജ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ 16 ലക്ഷം രൂപയുടെ ഷെയർ ഹെഡ്ജ് ചെയ്യണമെങ്കിൽ എത്ര ലോട്ട് വാങ്ങിക്കണം എന്നുള്ളത് ബീറ്റ വാല്യൂവിന് അനുസരിച്ചിരിക്കും. അല്ലാണ്ട് നിഫ്റ്റിയുടെ വാല്യൂ ഈക്വലൻ ടു 16 ലക്ഷം എന്നുള്ള കണക്കെടുത്താൽ ചിലപ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇനി നാളെ മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ നേരെ പോയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത്ര നമ്പർ ഓഫ് ലോട്ട്സിൽ ഹെഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതിന് ബീറ്റ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കണം. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഒരു അസ്യൂം ചെയ്യാണ് നിങ്ങളുടെ ഈ ഒരു പോർട്ട്ഫോളിയോന്റെ ബീറ്റ വാല്യൂ പിന്നെ ഇൻഡെക്സിന്റെ ബീറ്റ വാല്യൂ സെയിം ആണ് എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, ഇപ്പൊ നിഫ്റ്റിയുടെ വാല്യൂ 16,000 ആണ്. നമ്മളുടെ കയ്യിലുള്ള ഷെയർ 16 ലക്ഷത്തിന്റെ ആണ്. നിഫ്റ്റിയുടെ ഒരു ലോട്ട് എന്ന് പറയുന്നത് 50 ഷെയർസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ലോട്ട് സൈസ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും ബൈ മാർക്കറ്റ് എന്ന് പറയും. അപ്പൊ നമുക്കിവിടെ നമ്മളുടെ നിഫ്റ്റിയുടെ ടോട്ടൽ വാല്യൂ എത്രയാണ് വരുന്നത് നോക്കാം. 8 ലക്ഷം രൂപയാണ് നിഫ്റ്റിയുടെ വാല്യൂ വരുന്നത്. നിഫ്റ്റി 16,000 നിൽക്കുമ്പോൾ നിഫ്റ്റിയുടെ വാല്യൂ ടോട്ടൽ വാല്യൂ വരുന്നത് 8 ലക്ഷം രൂപയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് 16 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈക്വലൻ ടു യുവർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 2 ലോട്ടാണ്, 2 ലോട്ട്സ്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ 2 ലോട്ട്സിനകത്താണ് ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വ്യൂ എന്താണ്? ബെയറിഷ് ആണ് അല്ലെ, ബെയറിഷ് വ്യൂ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിഫ്റ്റിനെ ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിനല്ല നിഫ്റ്റി ഫ്യൂച്ചറിനെയാണ് ഷോർട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു വേരിയൻസ് ഉണ്ടാവും. നമ്മൾ കണ്ടു 16,010 രൂപയുടെ ഫ്യൂച്ചർ നിങ്ങൾ ഷോർട്ട് ചെയ്തു. ഓക്കെ, ഇതിന് നിങ്ങൾ യൂസ് ചെയ്ത നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന മാർജിൻ നമ്മുടെ മാർക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 15%-ലാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം ഇത്രയാണ്. ഇതിനെ നിങ്ങൾ ഷോർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ 2 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 100 ക്വാണ്ടിറ്റി ആണ്. ഇത്രയും എമൗണ്ട് നിങ്ങൾ പ്രീമിയം കൊടുത്തിട്ട് നിങ്ങൾ ഇതിനെ ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോയി. ഓക്കെ, അവിടെ എന്താണ് സംഭവിച്ചത്? നിഫ്റ്റിയുടെ വാല്യൂ പിന്നെ 15,000-ലേക്ക് മാറി. 15,500-ലേക്ക് മാറി എന്ന് വിചാരിക്കും. ഓക്കെ, അവിടെ ഫ്യൂച്ചറിന്റെ വിലയും മാറും. അവിടെ 15,510 ആണ് മാർക്കറ്റിൽ അപ്പുറത്തെ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 500 രൂപയുടെ ലാഭം ഉണ്ടാവും അല്ലെ. 100 ലോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയ ലാഭം 500 രൂപയുടെ ലാഭമാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. 500 റുപ്പീസ്. 500 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000-ന്റെ ഒരു പ്രോഫിറ്റ് അവിടെ നിങ്ങൾക്ക് വന്നു അല്ലെ. എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് വന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടാവും? എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളായിരുന്നു ഈ പറഞ്ഞത്. ശരി, നമ്മള് 16,000 ആണ് കറണ്ട് മാർക്കറ്റിലെ നിഫ്റ്റിയുടെ വാല്യൂ. നമ്മൾ ഒരു ലോട്ട് ഓഫ് നിഫ്റ്റി എന്ന് പറയുന്നത് 50 ഷെയർ ആണ്, 50 ക്വാണ്ടിറ്റി ആണ്. അത് വെച്ചിട്ട് നിഫ്റ്റിയുടെ വാല്യൂ 8 ലക്ഷം വരും. നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയുടെയാണ്. അപ്പോൾ പോർട്ട്ഫോളിയോന്റെ ഈക്വൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 2 ലോട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യണം. 2 ലോട്ട് എന്ന് പറയുന്നത് 100 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച മാതിരി തന്നെ മാർക്കറ്റ് ബെയറിഷ് ആയി, മാർക്കറ്റ് താഴത്തേക്ക് പോയി. 16,000-ൽ നിന്നും മാർക്കറ്റ് 15,500-ലേക്ക് എത്തി. ഓക്കെ, അവിടെ നിങ്ങൾക്ക് 500 രൂപയുടെ ലാഭം ഉണ്ടായി. കാരണം എന്താ? നിങ്ങൾ 16,000-ന് വിറ്റ സാധനം നിങ്ങൾക്ക് 15,500 വാങ്ങിക്കാൻ പറ്റി. അവിടെ നിങ്ങൾക്ക് 500 പോയിന്റ് ലാഭമായി. അപ്പൊ ഈ 500 പോയിന്റ് എത്ര നമ്പേഴ്സിലാണ്? 100 നമ്പേഴ്സിലാണ് നിങ്ങൾക്ക് ലാഭം വരുന്നത് അല്ലെ. 100 അല്ലേ എന്റെ ക്വാണ്ടിറ്റി. 2 ലോട്ടാണ് എടുത്തിരിക്കുന്നത്. 50 × 200. അവിടെ നിങ്ങൾക്ക് 50,000-ന്റെ പ്രോഫിറ്റ് ഉണ്ടായി. ഓക്കെ, ഈ 50,000-ന്റെ പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ താഴെ പോകും. കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ബീറ്റ വാല്യൂ ഇൻഡെക്സിന്റെ ബീറ്റ വാല്യൂ സെയിം ആണ്. ഇൻഡെക്സ് താഴെ പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴെ പോകും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന സിനാരിയോ എന്താ? ഒന്നുകിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോന്റെ വാല്യൂ 15,60,000 ആയിട്ടുണ്ടാവും, 15,40,000 ആയിട്ടുണ്ടാവും, 15,30,000 ആയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പല വാല്യൂസിലേക്ക് അത് വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു നഷ്ടം, പോർട്ട്ഫോളിയോയിൽ വരുന്ന നഷ്ടം നിങ്ങൾ ഓൾമോസ്റ്റ് ഹെഡ്ജ് ചെയ്തു. ഈ ഒരു നഷ്ടത്തിനെ നിങ്ങൾ നികത്തി അവിടെ ഇൻഷുറൻസ് യൂസ് ചെയ്തിട്ട്. ഹെഡ്ജിങ് എന്ന് പറയുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ കുറച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ട്രേഡ് പോയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിച്ച രീതിയിൽ ട്രേഡ് പോയിട്ടില്ല, നേരെ മറിച്ച് മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണോ ഹെഡ്ജ് ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടി വരും. അതെന്താ നോക്കാം. നിങ്ങൾ 16,000 രൂപയുടെ ഷെയർ ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 16,510 മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അവിടെ നിങ്ങൾക്ക് നഷ്ടം വന്നു. നിങ്ങൾക്ക് 50,000 രൂപയുടെ നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്യൂച്ചർ ഷോർട്ട് പൊസിഷനിൽ നിന്ന്. ഓക്കെ, പക്ഷേ ഈ ഒരു മൂവ്മെന്റ് വരുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ മുകളിലേക്ക് പോകും അല്ലെ. ഇപ്പൊ 16 എന്നുള്ളത് 16,50,000 അല്ലെങ്കിൽ 16,70,000 ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഫിഗർ എവിടെയാണ് കാണിക്കുന്നത്? ഇത് നിങ്ങൾ കോൺട്രാക്ട് എക്സ്പയർ ആവുന്ന സമയത്ത് ഇതിനെ നിങ്ങൾ റിയലൈസ് ചെയ്യണം. നിങ്ങളുടെ ബാങ്കിനകത്തു നിന്ന് ഇത് മൈനസ് ആവും. നിങ്ങൾ ഓൾറെഡി ആ ഒരു എക്സ്പയറി ഡേറ്റിൽ തന്നെ അതിനെ റിയലൈസ് ചെയ്യണം. പക്ഷേ ഈ ഒരു നഷ്ടം നികത്താൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എൻ്റയർ പോർട്ട്ഫോളിയോ സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ഫിഗർ എന്ന് പറയുന്നത് വിർച്വൽ ആണ് അല്ലെ. അൺലെസ് നിങ്ങൾ അത് റിയലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫിഗർ വിർച്വൽ ആണ്. നിങ്ങൾ ഇത് നഷ്ടം നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തു.
നിങ്ങൾ വിചാരിക്കണം എൻ്റെ പോർട്ട്ഫോളിയോ 50,000 രൂപ ലാഭത്തിലാണല്ലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ട, അതെൻ്റെ പോക്കറ്റിലുള്ള മണിയാണല്ലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് പണി കിട്ടും. കാരണം പിറ്റേ ദിവസം മാർക്കറ്റ് പിന്നെയും തിരിച്ച് താഴെ പോയാൽ ഈ നഷ്ടം നമ്മളുടെ കയ്യിൽ നഷ്ടമായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ തിരിച്ച് 16,000-ലേക്ക് അല്ലെങ്കിൽ 16 ലക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ നമുക്ക് നഷ്ടം സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇത്രയും പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ പിന്നെ ഹെഡ്ജ് ചെയ്യുന്നതെന്നും പിന്നെ അതിൽ നിന്ന് ലാഭനഷ്ടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും മനസ്സിലായോ? ഹെഡ്ജ് ചെയ്യുന്നതിന് അഡീഷണൽ ഫണ്ട് വേണ്ടി വരത്തില്ലയോ? അഡീഷണൽ ഫണ്ട് വേണം. അതിനാണ് നമ്മളിവിടെ ഈ ഒരു 2,40,000 രൂപയുടെ അഡീഷണൽ മാർജിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇക്വിറ്റീനെ പിന്നെ ഇത് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള ഇക്വിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇക്വിറ്റി പ്ലഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. പക്ഷെ അത് ഇക്വിറ്റി പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം വരുന്ന സമയത്ത് അത് അവർ സെല് ചെയ്യും, കിട്ടുന്ന പ്രൈസിന് സെല് ചെയ്തിട്ട് അതിന്റെ നഷ്ടം കവർ ചെയ്യും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മള് പ്രതീക്ഷിക്കാതെ റിവേഴ്സ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന നഷ്ടം പറഞ്ഞല്ലോ ലാസ്റ്റ്, അതൊന്നും കൂടി ഒന്ന്. നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ, നമ്മൾ വിചാരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നഷ്ടം ഉണ്ടായി. ഈ നഷ്ടം നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പോർട്ട്ഫോളിയോ മുകളിലേക്ക് പോകും. കാരണം നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ മുകളിലേക്ക് പോകുമല്ലോ. അപ്പം ആ ഒരു നഷ്ടം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ ഈ പോർട്ട്ഫോളിയോയിലുള്ള മൊത്തം ഷെയറിനും വിറ്റിട്ട് ആ ലാഭം എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാഭം കിട്ടില്ലല്ലോ. നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോനെ വിറ്റ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ 50,000 രൂപ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി ടാലി ആവണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എൻ്റയർ പോർട്ട്ഫോളിയോ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഈ ഇവിടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ വിറ്റാ പോരെയോ? പോർട്ട്ഫോളിയോ സ്റ്റോക്ക് ഇപ്പൊ 50K ഇക്വലന്റ് ആയിട്ട് വിറ്റാലും പോരെയോ? മതിയോ? 50K ഇക്വലന്റ് ആയിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ മുതലും കൂടിയല്ലേ പോകുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മുതലുണ്ടാവില്ല, അതില് ലാഭം മാത്രമല്ലല്ലോ കിട്ടുന്നത്. മനസ്സിലായോ? 16,50,000 എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൽ 16 ലക്ഷം രൂപ നിങ്ങളുടെ മുതലും 50,000 രൂപ ലാഭമല്ലേ. 50,000 രൂപ ലാഭം മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? ക്ലിയർ ആയത്. അപ്പൊ ഇത് ഈ പറഞ്ഞത് മുഴുവനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹെഡ്ജിങ്ങിനകത്ത് തന്നെ ഈ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പല ഇൻസ്ട്രുമെന്റ്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓപ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ റിസ്ക്കും നമുക്ക് കുറയ്ക്കാനുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓപ്ഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അടുത്തത് സ്പെക്കുലേഷൻ എന്നാണ് പറയുന്നത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും സ്പെക്കുലേഷൻ. ഇൻട്രാഡേ ട്രേഡ് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്പെക്കുലേഷൻ ആണ്. അവിടെ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നേക്കഡ് പൊസിഷൻ ആണ് നമ്മളവിടെ എടുക്കുന്നത്. നേക്കഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹെഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അണ്ടർലൈൻ നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ അണ്ടർലൈൻ കയ്യിലുള്ളതിനെ കൊണ്ട് തന്നെ അതൊരു നേക്കഡ് പൊസിഷൻ അല്ല. ഓക്കെ, നമ്മൾ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ട് ഫ്യൂച്ചർ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നേക്കഡ് പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ വിചാരിച്ച ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവുകയും നിങ്ങൾ വിചാരിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് വെച്ചാൽ നല്ല നഷ്ടം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നേക്കഡ് പൊസിഷൻ എന്ന് പറയുന്നത്. നേക്കഡ് പൊസിഷനൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഫ്യൂച്ചർ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നേക്കഡ് പൊസിഷനെ കവർ ചെയ്യാൻ പറ്റും. അത് സിന്തറ്റിക് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്ന കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. ഇനി എങ്ങനെയാണ് ഫ്യൂച്ചറിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ റിലയൻസിന്റെ ഒരു ഫ്യൂച്ചർ നമ്മളിവിടെ വാങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. നമ്മളിവിടെ റിലയൻസിന്റെ ഫ്യൂച്ചർ വാങ്ങി, ഒക്ടോബർ ഫ്യൂച്ചർ വാങ്ങിയത് 2,710 രൂപയ്ക്ക് ഫ്യൂച്ചർ വാങ്ങി. മാർക്കറ്റിൽ റിലയൻസിന്റെ പ്രൈസ് മുകളിലേക്ക് പോയി അത് 2,750 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റ് വർക്കിംഗ് അവേഴ്സിൽ അതിനെ സ്ക്വയർ ഓഫ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു എടുത്ത ട്രേഡിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രേഡ് എടുത്തുകൊണ്ടാണ് സ്ക്വയർ ഓഫ് ചെയ്യുക. അതായത് നിങ്ങൾ ബൈ ആണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടാണ് അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുക. നിങ്ങൾ സെല്ലാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ ബൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സ്ക്വയർ ഓഫ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്പയർ വരെ ഹോൾഡ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് മാർക്കറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അതിനെ സ്ക്വയർ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം എടുക്കുകയോ നഷ്ടം എടുക്കുകയോ നഷ്ടം ബുക്ക് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാം. ഇനി നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേയിൽ
എക്സ്ചേഞ്ച് തന്നെ അതിനെ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പം ഇത്രയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് പോവാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.